ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യണ വണ്ടി ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജാജ് RS200 BS6 എഡീഷനാണ്. ഇത് BS6 എഡീഷൻ അല്ല, ഇത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു പുതിയ കളർ അപ്ഡേഷനും കൂടിയാണ്. അപ്പോൾ BS6 എഡീഷൻ്റെ മാത്രം കാര്യങ്ങളല്ല, നമുക്ക് പുതിയ കളറിൻ്റെ കാര്യങ്ങളും കൂടി പറയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂലോട്ട് കിടക്കാം. വണ്ടിയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു കളർ സ്കീമിലാണ് വന്നത്. 3 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ. ഇത് പേൾ വൈറ്റ്. ഓൺലൈനിൽ കുറച്ച് കാണാൻ ലുക്കുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേൾ വൈറ്റ് ആണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിമും ഈ 2 ടയറിൻ്റെ അലോയ്സ് കാര്യങ്ങളൊക്കെ വൈറ്റായി. അത് മറ്റ് വണ്ടിയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ അത്യാവശ്യം സാമാന്യം നല്ല രീതിയിലൊരു പോരായ്മയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം വൃത്തികേടായിട്ട് നിൽക്കേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒന്നുമല്ല, ഈ കളറായിട്ട് ഒറ്റ മാച്ചിങ് ഇല്ലാണ്ടായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഡിസൈനർ ചിലപ്പോൾ സുന്ദരിക്ക് പൊട്ടുകൊടൽ മത്സരം നടത്തിയപ്പോൾ തൊട്ടതായിരിക്കണം ആരെങ്കിലും വന്ന്, അപ്പോൾ ആ തൊട്ട സ്ഥലത്തൊക്കെ വൈറ്റായി കളഞ്ഞെന്ന് തോന്നുന്നു. അതാണ് പറ്റിപ്പോയെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ഫ്രെയിമും ആ അലോയിൽ നല്ല രീതിയിൽ തന്നെ എടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ബാക്കി 2 കളേഴ്സിലും സാമാന്യം നല്ല രീതിയിൽ തന്നെ ആ ഭാഗം മാത്രം ഭയങ്കരമായിട്ട് എക്സ്പോസ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുമാത്രമല്ല, നമ്മുടെ ഈ ഉള്ളിലുള്ള ഫ്രെയിം കാര്യങ്ങളൊക്കെ വൈറ്റാണ്. ഇവിടെ ഉള്ളിലെല്ലാം ഫ്രെയിമിലെല്ലാം വൈറ്റാണ്. ഈ സീറ്റിൻ്റെ കവർ അടി തുറന്നു കഴിഞ്ഞാൽ അത് വൈറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കളർ സ്കീം വന്നതുകൊണ്ട് വണ്ടി എടുക്കാനിരിക്കുന്നവർ മനസ്സ് മാറ്റണ്ട. അതിന് ഉള്ളൊരു പരിഹാരം ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. ലുക്കിനൊന്നും വേറൊരു മാറ്റില്ല, ഡിസൈന് വേറൊരു മാറ്റില്ല, അതേ ഡിസൈൻ, ന്യൂ കളറാണെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. 2 ഡബിൾ ഐസ് പോലെ ഇരിക്കണ 2 കണ്ണുകളുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു DRL തന്നെ അത് നല്ല ഭംഗിയുള്ള DRLs കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗം ഒരു രക്ഷയില്ല ഈ വണ്ടിയുടെ. ഒരു പ്രത്യേക ലുക്ക് തന്നെ ഒരു വണ്ടി എന്നൊക്കെ പറയാം. ഒരു മാസ് ലുക്കാണ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ. പിന്നെ നമുക്ക് ഇവിടെ ഒരു വൈസർ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് വൈറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ഇരിക്കണത്. പിന്നെ നമ്മുടെ മൺകാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ ഫൈബർ ടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടെ ABS എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഷോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നത്. അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് അതിൽ നിന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വണ്ടി കയറിയിരിക്കുമ്പോൾ വണ്ടി ഒന്ന് സെറ്റിലാവാണ്ട് ആ ഒരു കാണുമ്പോൾ ഉള്ളൊരു പൊക്കം നമുക്ക് കയറി കഴിയുമ്പോൾ കിട്ടാനുള്ള. ശരിക്കും കയറി കഴിയുമ്പോൾ വണ്ടി ഒന്ന് ഇരിക്കേണ്ടത് ഫ്രണ്ട് ആവട്ടെ ബാക്ക് ആവട്ടെ രണ്ടും ഒന്ന് സെറ്റിലാവാണ്ട് കയറി കഴിയുമ്പോൾ. ഈ ബാക്കിലാണെങ്കിലും മോണോഷോക്കാണ്. പിന്നെ സൈഡിലോട്ടൊക്കെ നോക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പുതിയ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഗ്രാഫിക്സിൻ്റെ സ്റ്റിക്കർ വർക്കിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 200 എന്നുള്ളൊരു ലോഗോ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ടൊരു എയർ വെൻറ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസൈനൊന്നും യാതൊരു മാറ്റം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കിഡിലിന് എഞ്ചിൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങളൊരു സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് തന്നെയാണെങ്കിലും ഒരു പറ്റിയ എഞ്ചിനാണ്. കാരണം ലോ വെൻറ്റ് ടോർക്ക് ഇതിൽ ശരിക്കും കുറവാണ്. ശരിക്കും ലോ വെൻറ്റ് പഞ്ച് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ ഞാൻ പറയാം. ഇതിൻ്റെ ഒരു പവർ കിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിലാണ് പവർ കാര്യങ്ങളൊക്കെ കിക്ക് ചെയ്യണത്. പിന്നെ ടോപ്പ് എൻഡിലാണ് ഇതിൻ്റെ ഫുൾ പെർഫോമൻസ്. ഈ വണ്ടി എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വണ്ടിയുടെ ടോപ്പ് എൻഡിലോട്ട് ഇറക്കണം. എന്നാൽ മാത്രമേ ഈ വണ്ടിയുടെ പഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നമുക്ക് സൈലൻസർ കാര്യങ്ങളൊക്കെ കാണാം. ഈ സൈലൻസറിൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു തരാം. എവിടെ നോക്കിയോ ഒരു KTMൻ്റെ പഴയ ഒരു എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ടൊക്കെ വന്നിട്ട് ഫസ്റ്റ് ഇറങ്ങിയ നമ്മുടെ ഡ്യൂക്ക് 200ൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നി. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ഉണ്ട്. ബ്രേക്കിനെ കുറിച്ച് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നമുക്കൊരു കാർബൺ ഫൈബർ ടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യൂ ആണ്, ഒരു കിടിലൻ വ്യൂ ആണ്. പക്ഷേ മിക്കവർക്കും ഈ ഒരു ടെയിൽ ലാമ്പ് ഇഷ്ടമാവാറില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് ഇതിനൊരു പ്രശ്നം? അടിപൊളിയല്ലേ, നല്ലൊരു ടെയിൽ ലാമ്പല്ലേ. മിക്കവരും കുറ്റം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒടിഞ്ഞു പോകും. ശരിയാണ്, അത്രം ഇതേ ഉള്ളൂ. ഒരു നല്ലൊരു തട്ടലും മുട്ടലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സാധനം പോവും. പക്ഷേ എനിക്ക് വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നിയോ? അതുകൊണ്ടാണ് ഇതൊക്കെ മാറ്റി ഇവിടെ ഒരു ഈ ഭാഗത്തൊക്കെ ആയിട്ട് ടെയിലായിട്ടൊക്കെ ആക്കണത്. ഇതെനിക്ക് അത്ര മോശമായിട്ടൊന്നും തോന്നില്ല. പിന്നെ ഇതുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഒരു ഇത്തിരി ലെങ്ത്ത് തോന്നിക്കും. മറ്റേതാകുമ്പോൾ വണ്ടി ഒന്ന് ഷോർട്ടായിട്ട് തോന്നിക്കും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ഇത്തിരി ഒരു ലെങ്ത്ത് കൂടിയ പോലെയൊക്കെ തോന്നിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കൊരു ടയർ ഹഗ്ഗർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സാരി ഗാർഡ് ഉണ്ട്. പില്ലിൻ്റെ ഫുഡ് റെസ്റ്റ് ഇവിടെയാണ് വന്നത്. പിന്നെ സീറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. BS4 നിന്ന് BS6 ആയി കഴിഞ്ഞപ്പോൾ സീറ്റ് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ്. ഇവിടെ നമുക്കൊരു തൈ ഹഗ്ഗറും കൂടി വന്നിട്ടുണ്ട്. മിക്ക വണ്ടിയിലും ഇത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് വെക്കണതാണ്. പക്ഷേ നമുക്ക് ബജാജ് ഇത് ഓൾറെഡി സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നമുക്കത് ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ പില്ലിയൻ്റെ കാര്യം നോക്കണമെങ്കിൽ ചെറിയൊരു സീറ്റാണ് വന്നേക്കണത്. പില്ലിയനൊക്കെ കയറാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ കയറുമ്പോൾ ഈ ഒരു ഭാഗത്ത് മിക്കവാറും ബലം കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ ബലം കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രാബ് റെയിൽ വന്നത് ഇതിൻ്റെ ഉള്ളിലോട്ടിട്ട് പിടിക്കുന്ന ഗ്രാബ് റെയിലാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഐഡിയ കൊള്ളാം.
പിന്നെ അത്രയ്ക്ക് പ്രാക്ടിക്കലി പോസിബിളാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇതുവരെയും ഈ വണ്ടിയിൽ പില്യനായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ മിക്കപ്പോഴും ഈ വണ്ടി ഓടിച്ചിട്ടുള്ളൂ, പില്യനായിട്ട് ഇതുവരെ ഞാൻ ഇരുന്നിട്ടില്ല. അപ്പോൾ ഇരിക്കുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ തരാം. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വണ്ടിയിലോട്ട് കയറണമെങ്കിൽ അത്യാവശ്യം സീറ്റായിട്ട് കുറഞ്ഞൊരു വണ്ടിയാണ്. എനിക്ക് 2 പ്ലാന്റഡ് ഫുട്ട് കിട്ടുന്നുണ്ട്. 2 സൈഡിലും എനിക്ക് പ്ലാന്റഡ് ഫുട്ട് കിട്ടുന്നത്. 2 കാലം എനിക്ക് നല്ല രീതിയിൽ തന്നെ കുത്തി വയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ വ്യൂ ആണ്. ഒരു വൈറ്റ് ആയതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ തിളങ്ങിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് നല്ല രീതിയിലുള്ളൊരു കോമ്പിനേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് നല്ലൊരു കോമ്പിനേഷനാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്നുള്ള വ്യൂ രക്ഷയില്ല. പൾസർ എന്നൊക്കെ എഴുതിയ ലോഗവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ മീറ്ററിലോട്ടും സ്വിച്ചസിലോട്ടും ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ചേഞ്ചുമില്ല, സെയിം തന്നെയാണ്. എൻജിൻ സ്വിച്ച്, സെൽഫ് സ്റ്റാർട്ട്, പാസ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ സെയിം ആണ്. അവിടെ ഒരു വ്യത്യാസമില്ല. മീറ്ററിലോട്ട് നോക്കണതിനും ഒരു വ്യത്യാസമില്ല. സെയിം മീറ്റർ കൺസോൾ പഴയതിൽ നിന്ന് എനിക്കൊരു വ്യത്യാസമായിട്ട് ഒന്നും ഞാനിവിടെ കണ്ടില്ല. അതേ മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ വന്നേക്കണത്. ഇതിന് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കൊടുക്കായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ എങ്കിലും കൊടുക്കായിരുന്നു. പിന്നെ ഇവിടെയും നമ്മുടെ ആ കാർബൺ ടച്ചൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഫീൽ അവിടെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര സ്പേസ് ഉണ്ടായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇനി ഈ വണ്ടിയുടെ ജസ്റ്റ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. എവിടെ നിന്നൊക്കെയോ ഒരു ഡ്യൂക്കിൻ്റെ സൗണ്ട് തന്നെയില്ലേ. എക്സോസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഈ വണ്ടിക്ക് കറക്റ്റ് മാച്ചായിട്ടുള്ളൊരു എക്സോസ്റ്റാണ്. കൈ റിങ് ചെയ്ത് പിടിക്കുമ്പോൾ എക്സോസ്റ്റിൻ്റെ ആ ടോൺ മാറുന്ന ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. പിന്നെ ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ബോക്സാണ്. ക്രിസ്പല്ല, പക്ഷേ ട്രാഫിക്കിൽ കൂടെ ഫിൽട്ടർ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ വണ്ടി. ഫെയറിംഗ് ഉള്ള വണ്ടിയാണെന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ല. സൂപ്പറായിട്ട് നമുക്ക് ട്രാഫിക് കൂടെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വണ്ടിയുടെ കളർ സ്കീം ഇഷ്ടപ്പെട്ടില്ലേ, മനസ്സ് മാത്രമേ നിൽക്കണ്ടാന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോറൂമിൽ തന്നെ ഈ വണ്ടിയുടെ അലോയ്സിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി തരും. ജസ്റ്റ് ഒരു 500 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നമുക്ക് അലോയ്സിൽ അടിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വൈറ്റോ റെഡോ ബ്ലാക്കോ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് അടിക്കാം. പിന്നെ ഞാൻ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ട്രാഫിക്കിൽ ഓടിച്ച് നോക്കി. വണ്ടിക്ക് ഹീറ്റിംഗ് അത്ര ഉള്ളതായിട്ടൊന്നും തോന്നില്ല. റേഡിയേറ്റർ ഫാൻ ഓണായി, പക്ഷേ ഹീറ്റ് അടിക്കണം നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തേക്ക്, നമ്മുടെ മുട്ടുകാലിൻ്റെ അടിഭാഗത്തേക്കാണ് ഹീറ്റ് അടിക്കണത്. ട്രാഫിക്കിൽ അത്ര അനോയിങ് ആയിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും നമുക്ക് വണ്ടിയിൽ വന്നിട്ടില്ല. പിന്നെ ഈ വണ്ടിയിൽ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പൊടിക്ക് ലീൻ ചെയ്തിരിക്കണോളൂ. ഓവറായിട്ടൊരു സ്പോർട്സ് ബൈക്കിൽ ഇരിക്കണ പോലെ ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഒരു സ്പോർട്സ് ടൂറിങ്ങിന് പറ്റിയൊരു വണ്ടിയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൂർ ചെയ്യാൻ പറ്റിയ വണ്ടിയിലിരുന്ന്. പിന്നെ വണ്ടി നല്ല രീതിയിൽ തന്നെ റിഫൈൻഡ് ആയിട്ടുണ്ട്. BS4 നിന്ന് B6 ആയി കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയുടെ ആ ഒരു ലോ എൻഡ് ടോർക്കിൽ തന്നെ നല്ല രീതിയിൽ വ്യത്യാസം വന്ന് ഒന്നും കൂടി വണ്ടി റിഫൈൻഡ് ആവുകയും ലോ എൻഡ് ടോർക്ക് ഒരു ഇത്തിരി കുറയുകയും കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷേ വണ്ടി ഒരു 7K RPM മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആരോ ഒരു കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലാണ്. വണ്ടിയുടെ പവർ കാര്യങ്ങളൊക്കെ ഇരിക്കണ ഒരു മിഡ് എൻഡിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 7K കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസേ മാറും. പിന്നെ വണ്ടിയുടെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിലത്തെ ബ്രേക്കിന് കുറച്ച് ബൈറ്റ് കുറവാണ്, ഫ്രണ്ടിലത്തെ നല്ല ബൈറ്റ് ഉണ്ട്. ബാക്ക് ബ്രേക്ക് കുറച്ച് ബിഗിനർ ഫ്രണ്ടിൽ ബ്രേക്കാണെന്ന് പറയാം. ഫ്രണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബൈറ്റ് ഇട്ടുണ്ട്. ശരിക്കും പിടിക്കുമ്പോൾ തന്നെ വണ്ടി നിൽക്കേണ്ട ആ സ്ഥലത്ത് തന്നെ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട് ബ്രേക്കും വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഈ കളർ അപ്ഡേഷൻ കൊണ്ടുവരുന്നതിന് പകരമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിലൊരു അപ്ഡേഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ലിപ്പർ ക്ലച്ച് കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ക്ലച്ച് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ചാണ് ഈ വണ്ടിയിൽ വന്നേക്കുന്നത്. പിന്നെ അപ്ഡേഷനായിട്ട് കൊണ്ടുവരാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു നമ്മുടെ LED ഹെഡ്ലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഒരു LED ഹെഡ്ലൈറ്റ് കൊണ്ടുവന്നിരുന്നത് ഈ നല്ലൊരു കാര്യമായിരുന്നു. പിന്നെ വണ്ടിയിൽ വൈബ്രേഷൻ ഉണ്ടെന്ന് വെച്ചാൽ വൈബ്രേഷൻ ഉണ്ട്. ഹാൻഡിൽ ബാറിലോട്ട് വന്നില്ല, ഫുഡ് റെസ്റ്റിലോട്ട് ചെറിയൊരു ബസ് ഫീൽ തന്നെയുള്ളൂ. പക്ഷേ ഫെയറിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. നമ്മുടെ ടാങ്കിൻ്റെ ഭാഗത്തു നിന്നാണ് കിട്ടുന്നത്. പിന്നെ ടാങ്കിൻ്റെയൊക്കെ ഫിറ്റ് ആൻഡ് ഫിനിഷ് വെച്ച് കഴിഞ്ഞാൽ മോശമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ചില ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ വേറെ നോയ്സ് കാര്യങ്ങളൊന്നും ഫെയറിങ്ങിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് തോന്നിയില്ല. ഈ ഗ്യാപ്പുകൾ ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നോയ്സായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. എല്ലാ ഭാഗത്തെയും ഒരു ഫിനിഷിങ് ടച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മീറ്ററിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ SF250യുടെ റിവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്,
ഫെയറിംഗ് ഉള്ള ഒരു വണ്ടിയായിട്ടും നമുക്ക് ഫെയറിംഗ് ഉണ്ടെന്നുള്ള ഒരു വിചാരമൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയിൽ വന്നില്ല. പക്ക ഒരു നേക്കിഡ് സ്പോർട്സ് ബൈക്ക് ഓടിച്ചു നടക്കുന്ന ഒരു ഫീലിൽ തന്നെ നമുക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഷോറൂമിലെ നമ്പറും കൂടി കൊടുക്കാം. നിങ്ങൾക്ക് ബുക്കിംഗ് സംബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ഷോറൂമിൽ വിളിച്ച് അന്വേഷിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ RS200ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.